പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുൻപ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലും ഓക്സ്ഫോർഡിലും ഒക്കെ പോയിരുന്നത് ഇവിടുത്തെ രാജകുടുംബാംഗങ്ങളും അങ്ങനെയുള്ള വലിയ പ്രഭുക്കന്മാരും മാത്രമായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിനോടൊപ്പം ഇംഗ്ലീഷും പറന്നെത്തി ഇന്ത്യയിലേക്ക്. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭ്യമായി, കുറേശ്ശെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭ്യമായി. പിന്നെ ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലും അവിടെയും ഇവിടെയും ഒക്കെ പോയി, ഓക്സ്ഫോർഡിലും മറ്റു പല സർവകലാശാലകളിലും പോയി ഒക്കെ വിദ്യ അഭ്യസിച്ചു വന്നവരാണ് ഇന്ത്യയിലെ മഹാരഥന്മാർ. 18 ഭാഷ അറിയാമായിരുന്ന നരസിംഹറാവു നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു UPA കാലത്തിന് മുൻപ്. അതായത് നമ്മുടെ ഗ്ലോബലൈസേഷൻ തുടങ്ങി വെച്ചത് നരസിംഹറാവുവിന്റെ കാലത്താണ്. അന്ന് ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവും ഒക്കെ ചേർന്ന് ഇവിടെ ഗ്ലോബലൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അത് ഒരു ആത്യന്തികമായിട്ടും വേണ്ടിയിരുന്നത് കൊണ്ടാണ് അങ്ങനെ കൊണ്ടുവന്നത്. അപ്പൊ ആ പ്രധാനമന്ത്രിക്ക് 18 ഭാഷകൾ അറിയാമായിരുന്നു എന്ന് ഓർക്കണം.